നമസ്കാരം. അമേരിക്കൻ സവാരിയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ശരിക്കുള്ള സ്വിറ്റ്സർലൻഡിലല്ല. ഈ സ്ഥലം അറിയപ്പെടുന്നത് അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ്. പെൻസിൽവേനിയയിലെ ജിം തോർപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലം അറിയപ്പെടുന്നത് അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ നല്ല ബ്യൂട്ടിഫുൾ സീനറി കുറേ ഉണ്ടായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യത്തക്ക രീതിയിലുള്ള നല്ല കുറേ സീനുകളുണ്ടായിരുന്നു. ജിം തോർപ്പ് സിറ്റി അറിയപ്പെടുന്ന ഗേറ്റ് വേ ടു ദ പോക്കനോസ് എന്നാണ്. പോക്കനോസ് അറിയാമല്ലോ, മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ജിം തോർപ്പ് സിറ്റിക്ക് ആ പേര് കിട്ടിയത് ജിം തോർപ്പ് എന്ന് പറയുന്ന ഒരു നേറ്റീവ് അമേരിക്കൻ സ്പോർട്സ്മാൻ്റെ പേരിലാണ് സിറ്റി അറിയപ്പെടുന്നത്. US ഒളിമ്പിക്സിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ഒരു നേറ്റീവ് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ് നേറ്റീവ് അമേരിക്കൻസ് എന്നറിയപ്പെടുന്നത്. ആ ഒളിമ്പ്യൻ്റെ പേരിലാണ് ജിം തോർപ്പ് സിറ്റി ആ പേരിൽ അറിയപ്പെടുന്നത്. വലിയ തിരക്കൊന്നുമില്ലാത്ത ശാന്തമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് റിട്ടയർഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്ന് താമസിക്കുന്നതിനുമൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ ഇന്ന് വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു റെയിൽവേ ഉണ്ട്. ഒരു 30 മിനിറ്റ്സ് മുതൽ 45 മിനിറ്റ്സ് നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു റെയിൽവേ ഉണ്ട്. അപ്പം അതിൽ കയറാനായിട്ടാണ് ഇന്ന് മെയിനായിട്ട് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നത് നല്ലൊരു കാഴ്ചയായിരിക്കുമെന്ന് തോന്നും. അപ്പോൾ എല്ലാവർക്കും അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡിലേക്ക് സ്വാഗതം. നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. In a quarter of a mile, you will arrive at Lehigh Gorge Scenic Railway. Your destination will be on your left. You've arrived. Destination is on your left. അപ്പം ഇതാണ് സംഭവം. ഞങ്ങൾ ഇവിടെ ലീഹൈ ഗോർജ് സീനിക് റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ ഈ പുറകെ നിങ്ങൾ കാണുന്നതാണ് ലീഹൈ ഗോർജ് സീനിക് റെയിൽവേ സ്റ്റേഷൻ. ഈ ജിം തോർപ്പ് വില്ലേജ് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ നേറ്റീവ് ഇന്ത്യൻ നെയിം മോച്ച് ചങ്ക് എന്നുള്ളൊരു പേരിലാണ് ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇപ്പോഴും മോച്ച് ചങ്ക് എന്ന പേരിലാണ് അതിൻ്റെ ബോർഡ് കിടക്കുന്നത്. 1917 ഈ റെയിൽവേ സ്റ്റേഷനും ഈ കാണുന്ന ട്രെയിനും ഒക്കെ ആദ്യമായി പണി കഴിപ്പിച്ചത് 1917. ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു മലയാണ് ഈ സിറ്റിയോട് ചേർന്ന് കിടക്കുന്നത്. അതിന് ഒരു കഥയുണ്ട്. ഇവിടെ സിവിൽ വാറൊക്കെ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഈ കാണുന്ന മലയുടെ മുകളിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലാഗ് അന്ന് പ്രദർശിപ്പിക്കുകയുണ്ടായി. 650 പൗണ്ട് 650 പൗണ്ട് ഭാരമുള്ള ഒരു ഫ്ലാഗ് ഇതിൻ്റെ മുകളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പോയി ഒരു 1 അവർ ട്രെയിനിൽ കയറി നമുക്ക് ഈ മനോഹരമായിട്ടുള്ള സ്ഥലമെല്ലാം അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡെല്ലാം നമുക്ക് കാണാൻ സാധിക്കും.
ഞങ്ങളിപ്പം ട്രെയിനകത്ത് കയറി ഞാനിരിക്കുകയാണ്. ഇവിടുന്ന് 3 സമയത്താണ് ട്രെയിന് പോകുന്നത്. 11 മണിക്കുണ്ട്, പിന്നെ 1 o'clock-നുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു 3 o'clock-നാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 സമയത്താണ് പോകുന്നത്. ഇപ്പം 2 ടൈപ്പ് ടിക്കറ്റ് എടുക്കാം ഈ ട്രെയിനിനകത്ത്. ഒന്ന് ഓപ്പൺ എയർ കോച്ചിനുള്ള ടിക്കറ്റ് എടുക്കാം, മറ്റൊന്ന് റെഗുലർ കോച്ചിനുള്ള ടിക്കറ്റ് എടുക്കാം. ഞങ്ങളിപ്പോൾ ഓപ്പൺ എയർ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഓപ്പൺ എയർ കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഓക്കെ, 11 മണിക്ക് ട്രെയിൻ പോകും. അപ്പം ഇനിയുണ്ടൊരു 10 മിനിറ്റ്. ഇത് ഒരു 1 hour റൈഡ് ഉണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത്. അതായത് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും കൂടെ ഒരു 1 hour റൈഡ് ഉണ്ടെന്നാണ്. ഓക്കെ, നമ്മൾ ഈ ട്രെയിനിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. സൈഡിൽ കൂടെ എല്ലാം ഒത്തിരി ആൾക്കാർ സൈക്കിളിൽ പോകുന്നതും നടക്കാൻ ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാം. നല്ല രസമുണ്ട്. ഈ ട്രെയിനിൻ്റെ സൈഡിനോട് ചേർന്ന് തന്നെ ഒരു റോഡ് ആൾക്കാർക്ക് നടക്കാനും പിന്നെ ബൈക്കിങ്ങിനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ട്രെയിൻ എടുത്ത് പോകാം, അല്ലെങ്കിൽ സൈക്കിളിൽ പോകാം. എന്തായാലും പോകുന്ന വഴിക്കെല്ലാം നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ നമ്മൾ കാണുന്ന ആ ചെറിയ പോസ്റ്റുകൾ അത് പണ്ട് കാലത്ത് ടെലഗ്രാം സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് പറയുന്നത്. ഈ ലീഹൈ ഗോർജ് റെയിൽവേ ട്രാക്ക് ആദ്യം ഉണ്ടാക്കിയത് കൽക്കരി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഉണ്ടാക്കിയത്. 1880-കൾക്ക് മുമ്പാണ് ഇതുണ്ടാക്കിയത്. പിന്നീട് ഇതിൻ്റെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇത് ടൂറിസ്റ്റുകൾക്ക് കാഴ്ചകൾ കാണാനായിട്ടുള്ള ട്രെയിനുകൾ ഓടിക്കാൻ തുടങ്ങി. പക്ഷേ കൽക്കരി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രെയിന് ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ യാത്രയിലുടനീളം ഇതിൻ്റെ ഒരു സ്റ്റാഫ് നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്. ഈ റെയിൽവേയുടെ ചരിത്രവും ഇതെന്ന് തുടങ്ങിയെന്നും മറ്റ് നമ്മൾ സൈഡിൽ കാണുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയുമുള്ള എക്സ്പ്ലനേഷൻസ് ഓരോ സന്ദർഭങ്ങളിലും അവർ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഈ സ്റ്റാഫുകൾ വന്ന് നിങ്ങൾ ഓക്കെ ആണെന്നും നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ
ഓരോ സന്ദർഭങ്ങളിലും അവർ തരുന്നത്. വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ കാണാൻ പറ്റിയത്. ഇപ്പം ഇവരിവിടെ ട്രെയിൻ നിർത്തിയിട്ട് എൻജിൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ടിലുള്ള എൻജിൻ ഇപ്പം ബാക്കിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട് ട്രെയിൻ തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പം എൻജിൻ ചേഞ്ച് ചെയ്ത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ കൊണ്ടുവരാനായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം എൻജിൻ ഇപ്പം സൈഡിൽ കൂടെ വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കാണാം. ഇപ്പോൾ എൻജിൻ മാറിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ യാത്രയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കയറിയ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ നമ്മളിതാ തിരിച്ചെത്തി. നമ്മുടെ വളരെ ഭംഗിയുള്ള ട്രെയിൻ റൈഡ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പുറകെ കാണുന്നതാണ് ഇവിടുത്തെ ഒരു റിവർ. അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ബോട്ട് റൈഡൊക്കെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് റൈഡൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ തിരിച്ചു പോകാൻ പോവുകയാണ്. തിരിച്ചു പോകാൻ തോന്നുന്നില്ല കേട്ടോ. ശരിക്കും ഇവിടെ ഒരു കാരവാനോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അത് പാർക്ക് ചെയ്തിട്ട് ഇതിനകത്തങ്ങ് ഇവിടെ കാണാൻ താമസിച്ചാലോ എന്നുള്ളൊരു തോന്നലുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം വീണ്ടും അടുത്തൊരു കാഴ്ചയുമായി അമേരിക്കൻ സവാരിയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.